ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പഴം വെച്ചിട്ടുണ്ടാക്കുന്ന നല്ലൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ കിണ്ണത്തപ്പം ആവിയിലൊക്കെ വേവിച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കൽ. ഇത് അതുപോലെ ആവിയിൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ് നമ്മൾ കിട്ടൽ. കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, അതേമാതിരി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടൽ. വായിലിട്ടാൽ അലിഞ്ഞ് പോണ ടേസ്റ്റിലുള്ള കിണ്ണത്തപ്പമായിട്ട് തന്നെ നമുക്ക് കിട്ടും. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. പക്ഷെ തണുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം വേണ്ടി വരും കേട്ടോ. പിന്നെ ചിലർ പറയും 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം ആയല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സാവകാശമൊക്കെ ആക്കി വരുമ്പോൾ ടൈം കൂടുന്നതാണ്. നമ്മൾ വീഡിയോ എടുക്കണമൊന്നുമില്ല, പെട്ടെന്ന് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വളരെ കുറച്ച് ടൈം തന്നെ മതിയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ റെഡി ആവുന്ന സാധനമാണ് കിണ്ണത്തപ്പം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് പഴം ചിലപ്പോൾ അച്ചേൽക്ക് അതെ അച്ചേൽക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് ഇഷ്ടാവില്ല. പക്ഷേ ഇതുപോലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും ചെയ്യും. ഞാൻ പറഞ്ഞു നല്ല സോഫ്റ്റാണ് ഇത് മുറിക്കുമ്പോൾ തന്നെ കാണില്ല എത്രമാത്രം സോഫ്റ്റാണ് എന്നുള്ളത്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകണ സൈസിലുള്ള കിണ്ണത്തപ്പാണ് കേട്ടോ നമുക്ക് കിട്ടൽ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടെ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ തന്നെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തോളി കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് അത്ര എന്താ പറയുക, മധുരം ചിലർക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം, ചിലർക്ക് കുറവ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ ഞാനിതവിടെ 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 2 അച്ച് വലുതും 1 അച്ച് ചെറുതുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ്. അങ്ങനെ ഒരു മീഡിയം സൈസ് 3 പഴം ഉണ്ടായിരുന്നു. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നല്ല ചൊറുക്കിലും ഇതാക്കിലൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ മുറിക്കലിൻ്റെ മോഡലൊന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല അറഞ്ചം മുറിച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ 3 എണ്ണം കൂടി വെച്ചിട്ട് ഒരുമിച്ച് ഒറ്റയടിക്കണ്ട് കട്ട് ചെയ്തിടുകയാണ്. അപ്പോൾ നമുക്കിത് ഷേപ്പ് നോക്കാനൊന്നുമില്ലല്ലോ, നമുക്ക് മുറിച്ച് കിട്ടിയാൽ മതിയല്ലേ എങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ മുറിച്ചിട്ട് നമ്മൾ പിന്നെ അത് മിക്സിയിൽ അടിക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഫസ്റ്റ് തന്നെ അടിച്ചെടുക്കാൻ. പഴം ആയതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് അടി തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടും. 1 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നല്ല പേസ്റ്റായിട്ട് നമുക്കിത് അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എന്താ നോക്കാനുള്ള വെച്ചാൽ തരി പാടില്ല. അപ്പോൾ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമ്മളിങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ കഴിക്കണ നേരത്ത് ഇങ്ങനെ ഒരു കടിക്കാൻ വരും. കിണ്ണത്തപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മൾ വായിലിട്ട് അലിഞ്ഞു പോണ സൈസിലല്ലേ ഉണ്ടാവൽ. അപ്പോൾ ഞാൻ നല്ലോണം മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ടീസ്പൂണല്ല, വലിയ സ്പൂണ് ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം സ്മൂത്താക്കി പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി വേണ്ടത് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇത് വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ നെയ്യിലുണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റും ഇഷ്ടമുള്ളവർക്ക് നമുക്ക് അതിൽ ചെയ്യാം കേട്ടോ. പക്ഷേ സൺഫ്ലവർ ഓയിലൊന്നും എടുക്കരുത് കേട്ടോ, സാധാ ഓയിലൊന്നും എടുക്കരുത്. ഈ വെളിച്ചെണ്ണയിലോ നെയ്യിലോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഒഴിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കട്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒഴിച്ചെടുത്ത പാടന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് ഇങ്ങനെ നമ്മൾ കട്ടാവണുണ്ട് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. നമുക്ക് ശർക്കരയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയെടുക്കണ നേരത്ത് ആ കട്ടൊക്കെ അലിഞ്ഞ് മെൽറ്റായിട്ട് വരും. പക്ഷേ നമ്മൾ ആ പഴത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് മാറിയിട്ട് നമ്മൾ നെയ്യിൽ വഴറ്റിയാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമല്ലേ. നമ്മൾ നെയ്യിൽ വഴറ്റിയിട്ട് പഴമൊക്കെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ കാരണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നെയ്യിലൊന്ന് വഴറ്റി കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വഴറ്റിയെടുത്താലും മതിയല്ലോ. അപ്പോൾ പഴം ആദ്യം ഒന്ന് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഉരുക്കി വെച്ച ശർക്കര നല്ലോണം ഒഴിച്ചിട്ട് നല്ലോണം കൈ വിടാതെ ഇളക്കി കൊടുക്കട്ടോ. അതാണ് കുറച്ച് മെനക്കെട്ട പണി എന്ന് പറയാനുള്ളത്, ഈ കൈ വിടാതുള്ള ഇളക്കലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇതിന് ഇത്തിരി ഒന്ന് മെനക്കെടണ്ടേ. ഇത്തിരി മെനക്കെടാന്ന് പറഞ്ഞാൽ കുറേ നേരം ഒന്നും വേണ്ട. ഇത് നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും കേട്ടോ.
അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയതായിട്ട് കൂട്ടുകാരാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒരു ബെൽ ബട്ടനും കൂടി ഓളൊന്ന് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ലൈക്ക് തരാൻ നിങ്ങൾ എന്തായാലും മറക്കരുത്. ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ ചിലപ്പോൾ കാണും, പക്ഷേ ലൈക്കൊക്കെ ഭയങ്കര കുറവായിരിക്കും. കമൻറ്റൊക്കെ കേട്ടോ, നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡേഷനിക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ നമ്മളെ സംഭവം റെഡിയായി വരുന്നുണ്ട് കേട്ടോ. പഴമൊക്കെ നല്ലോണം തിക്കായിട്ട് ഇപ്പോൾ പറഞ്ഞില്ലേ കട്ടൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്പാച്ചിൽ തവി എന്തെങ്കിലും ഏറ്റവും ഒന്ന് ഇളക്കി കൊടുക്കുക, ഇങ്ങനെ ഇതാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ കട്ടൊക്കെ അലിഞ്ഞ് പോയിട്ടുണ്ടാവും കേട്ടോ ലാസ്റ്റ് എത്തുമ്പോഴത്തേന്. ഇപ്പോൾ അത് അതിൽ കട്ടൊന്നുമില്ല. പക്ഷെ ഇതിന് വിട്ട് വരുന്ന ഒരു പരുവം വരെ ഒന്ന് ആക്കിയെടുക്കണം. അതിന് കുറേ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അതിങ്ങനെ നമ്മളിങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുക്കല്ലേ, അത് പെട്ടെന്ന് തന്നെ ഇതിന് പോരുന്ന മാതിരി നമുക്ക് ആയി കിട്ടിക്കോളും. അതിലൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട, കുറച്ച് ടൈം മതിയിട്ട്. ഞാനിപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലൊന്നല്ല വെച്ചിരിക്കുന്നത്, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിതിങ്ങനെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. നമുക്കിത് പെട്ടെന്ന് സംഭവം അങ്ങോട്ട് റെഡിയായി കിട്ടണ്ടേ. നമ്മൾ ഇങ്ങനെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് നമുക്കിത് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. സ്കൂൾ വിട്ട് വരുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ ചെയ്യണം കേട്ടോ. അത് ചൂടാറാനാണ് ടൈം എടുക്കൽ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നിർബന്ധമില്ല കേട്ടോ ഇട്ട് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഞാനിതിൽ ഏലക്കായ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഒരു ഫ്ലേവറും ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ പഴത്തിൻ്റെ ഒരു ഫ്ലേവർ തന്നെ നല്ല രസമുള്ളൊരു എന്താ പറയുക ചൊയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ലൊരു രുചിയല്ലേ കിട്ടൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴത്തിൻ്റെ അതേ ടേസ്റ്റ് മതിച്ചിട്ട് വേറൊരു ഫ്ലേവറും അതിലേക്ക് ചേർത്ത് കൊടുക്കില്ല. ഏലക്കായ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അപ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിതാ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിരിക്കണം. അണ്ടിപ്പരിപ്പ് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, തേങ്ങ ചിരവീത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, പിന്നെ കടല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്, എന്തിട്ട് കൊടുക്കണം എന്തിട്ട് കൊടുക്കണ്ട എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അത് നമ്മളെ ഇഷ്ടം ഉണ്ടോ. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ബദാമൊക്കെ ഉണ്ട് നിങ്ങളെ കയ്യിലെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അത് നല്ല ടേസ്റ്റ് ആയിക്കാരം നമ്മളിങ്ങനെ തിന്നുമ്പോൾ കടിക്കാൻ. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഞാനിട്ടത് ഈ ഒരു കുഞ്ഞ പാത്രത്തിൽ കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഈ പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടാറാൻ കുറേ ടൈം എടുക്കും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല കട്ടിക്കാവുമ്പോൾ ചൂടാറാൻ 2 പാത്രത്തിൽ അല്ലെങ്കിൽ ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഞാനൊരു കേക്ക് ടിന്നൊക്കെ ഒഴിച്ചിട്ട് തിന്നായിട്ട് പരത്തി കൊടുത്തിക്കണം കേട്ടോ. നമുക്കിത് തിന്നായിട്ടാണ് വേണ്ടത്, ഇത്ര കട്ടി വേണ്ട. കട്ടി വേണ്ടാന്നല്ല, ഇതിങ്ങനെ കട്ടിയിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആറി കിട്ടാൻ ഭയങ്കര പണിയിക്കാരം. അപ്പോൾ ഞാനിതാ വേറെ പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തിട്ട് ടേബിൾമ കൊടുന്ന് വെച്ചതാണ് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട്. ഫാനിൻ്റെ കാറ്റൊക്കെ പെട്ടെന്ന് ചൂടാറി കിട്ടുമല്ലോ, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പിന്നെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡൊന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഇതിലേക്ക് വീണോളൂ കേട്ടോ. വലിയ പാടൊന്നുമില്ല, 2 തട്ട് നമുക്ക് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ ആൾ പ്ലേറ്റിലേക്ക് വീണിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവണില്ല, നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. കയ്യിൽ ഇതെടുത്ത് വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ കഷ്ണാക്കി കട്ട് ചെയ്യണക്കാട്ടി നല്ലത് വലിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്താൽ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വെറുതെ എൻ്റെ ഒരു അഹങ്കാരത്തിന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യണമെന്ന് ഒരു ഇതുമില്ല, അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത് 4 പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 8 പീസാക്കിയിട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഞാനിതിന് പിള്ളേർ എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കച്ചറ ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാട്ടോ. ഇത് നല്ല എന്താ പറയുക, ഓരോ പീസ് എടുത്ത് വായിൽ കിട്ടാലും ഇങ്ങനെ അലിഞ്ഞ് പോണ സൈസിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ പറയുകയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളെ വീഡിയോ 2 ദിവസം വീഡിയോ ഇല്ലേ, ഇത് ഇടയ്ക്ക് എൻ്റെ ഫോൺ നല്ല സൂപ്പർ ആയതുകൊണ്ട് ചെറിയ പണിമുടക്കമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് ലീവ് എടുക്കുന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ഫോണിന് സ്പീക്കറിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് ഇനി വീഡിയോ ഇല്ലാത്തത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.